ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസനെ കോടതി മുറിയിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശ്രീനിവാസൻ വിചാരിച്ചതിലും അപ്പുറമായിരിക്കും കേട്ടോ വേദയുടെ പെർഫോമൻസ്. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഓരോ കള്ളത്തരങ്ങളും എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാണിച്ചു കൊടുക്കുക തന്നെയാണ് കേട്ടോ വേദ. അങ്ങനെ സാക്ഷിപത്രികയിൽ, അതായത് ശ്രീകാര്യം ശ്രീനിവാസനെ വിചാരണ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിക്രമിനെയും വലങ്കയായ ശ്രീനിവാസൻ്റെ വലങ്കയായവരെയും എല്ലാവരെയും വേദയാണെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടിപ്പോകുകയാണ് കേട്ടോ ശ്രീനിവാസൻ വിചാരിച്ചതിലും അപ്പുറമായിരിക്കും കേട്ടോ വേദ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ മുഴുവൻ കള്ളത്തരങ്ങളും എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാണിക്കുകയാണ്. വിക്രമം മനസ്സിലാക്കുകയാണ് തന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു ശ്രീനിവാസൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മനസ്സിലാക്കാൻ കേട്ടോ വിക്രം. അങ്ങനെ വിക്രം ശ്രീനിവാസൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ചതികളും തിരിച്ചറിയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ പ്ലാനിങ്ങും അത് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ മുഖംമൂടി വിക്രത്തിന് മുൻപിൽ അഴിച്ചു വീഴുകയാണ് കേട്ടോ. അതിന് കാരണക്കാരി വേദ തന്നെയായിരിക്കുമേ. അങ്ങനെ വേദ ഈ കേസിൽ വിജയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ്റെ ഏറ്റവും വലിയ ശത്രുവായി തന്നെ മാറുകയാണ് കേട്ടോ വേദ. അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ അവളെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവൾ ഒന്നിനും വഴങ്ങില്ല. എന്ത് ചെയ്യാനാ, അച്ഛൻ്റെ ബുദ്ധി തന്നെ അവക്കും കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ആണെങ്കിലും ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളെ അടക്കി നിർത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൾ ഒടുങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രീകാന്തിന് ഒരു ഷോക്കാകുകയാണ്. കാരണം ശ്രീകാന്ത് എത്രയൊക്കെ പറഞ്ഞാലും വേദയെ ഇഷ്ടം ഉള്ളുകൊണ്ട് ഇഷ്ടമൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ വിക്രത്തിനൊപ്പം പോകാതിരിക്കാനും അങ്ങനെയുള്ള ചെറിയൊരു ഇത് മാത്രമേ വേദയോടുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ വേദയുടെ ജീവന് ആപത്താണെന്ന് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ചെറിയൊരു പേടിയും വിഷമ സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ വിക്രമാണെങ്കിൽ അവിടെ വെച്ചും കോടതി മുറിയിൽ വെച്ചും നമ്മുടെ വേദയെ കാണാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദ അതിനൊന്നും വഴങ്ങാതെ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം നോക്കാത്തപ്പോൾ വേദ വിക്രമിനെ നോക്കുന്നുണ്ട്, പക്ഷെ അത് വിക്രം കാണുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ശ്രീനിവാസൻ്റെ ചതികളൊക്കെ ഞാൻ മനസ്സിലാക്കി, എന്നാലും നീ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഈ ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ ശ്രീനിവാസൻ്റെ കൂടെ നിൽക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പോലും ആവശ്യമില്ലാന്ന് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്, പോത്തിനോട് വേദ തൊട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല, നിങ്ങൾ ഇന്നിങ്ങനെ പറഞ്ഞ് നാളെ ശ്രീനിവാസൻ്റെ പുറകെ നിങ്ങൾ പോകും, അതുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എന്നെ വെറുതെ വിട്ട് എന്ന് പറഞ്ഞിട്ട് വേദ പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ ഈ മാറ്റം ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്ന വിക്രമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വിക്രമിനെ എത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. വേദ എന്താ ഇങ്ങനെ, താൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ട് അതൊക്കെ ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പക്ഷെ അവൾ ഇന്ന് എന്നെ ഈ ഒരു കേസിൽ നിന്ന് ശരിക്കും ജയിപ്പിക്കുമായിരുന്നു. കാരണം ശ്രീനിവാസൻ്റെ ഓരോ കള്ളത്തരങ്ങളും ചതികളും എനിക്ക് മുൻപിൽ തുറന്ന് കാട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വേദയ്ക്ക് ഒരിക്കലും എന്നെ വെറുക്കാനോ മറക്കാനോ ഒന്നും കഴിയില്ല. ഇതിൻ്റെ പിറകിലൊക്കെ എന്തൊക്കെയോ വലിയ ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. വേദ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിക്രം. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ വേദ വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ഓരോന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ തക്ക മറുപടി കൊടുത്ത് ശ്രീകാന്തിൻ്റെ വായടപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദീപ്തിയും വർഷയും അമ്മയും അച്ഛനും ഒക്കെ കൂടി അവിടെ നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്തിനാ ശ്രീനിവാസൻ്റെ ഓരോ കാര്യങ്ങൾക്ക് ഇടപെടാൻ നിൽക്കുന്നത്, ഇന്ന് അങ്ങേരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നീ അങ്ങേരെ ഇട്ട് ഓരോന്ന് പറയിപ്പിച്ചത്, ഇതൊക്കെ നീ കരുതി കൂട്ടി ചെയ്യുന്നതല്ലേ ആ വിക്രമിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറഞ്ഞിട്ട്, ഞാൻ വിക്രമിന് വേണ്ടിയിട്ട് ഒന്നും കരുതി കൂട്ടി ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അല്ല ശ്രീയേട്ടൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരണ്ട, ഇതെൻ്റെ പ്രൊഫഷനാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതൊന്നും ശ്രീയേട്ടൻ നോക്കേണ്ട കാര്യമില്ല, ശ്രീയേട്ടൻ്റെ ഭാര്യേനെയും കൊച്ചിൻ്റെയും കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛനും വന്നിട്ട് സ്ത്രീയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നത്, അവളൊരു കേസെടുത്തു, അത് നല്ല രീതിയിൽ തന്നെ വാദിച്ച് വിജയിക്കുകയും ചെയ്തു, അതിന് നീ എന്തിനാ വക്കാലത്ത് പിടിക്കാൻ നിൽക്കുന്നത്, അല്ല നീ ഇന്നു മുതൽ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ആളായി മാറിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ അങ്ങനൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഈ പറയുന്ന ശ്രീനിവാസനൊക്കെ പക്കാ ഫ്രോഡാണ്, അപ്പോൾ അവനൊക്കെ എതിരെ നിൽക്കുകയാണെങ്കിൽ വല്ല ആപത്തും വരുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ശങ്കരൻ
ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എൻ്റെ മകൻ തന്നെയാണോ? ഒന്നിനും ഭയപ്പെടുന്നവനല്ല ഞാൻ. പിന്നെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം അറിഞ്ഞും കേട്ടും വേണം ജീവിക്കാൻ. നമുക്ക് നാലാം ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഒരു വക്കീലെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. നീ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം നീ അവളെ നിരുത്സാഹപ്പെടുത്തുകയാണോ? ഇനി മേലാൽ അവളുടെ പ്രൊഫഷനെയോ ഒരു കാര്യത്തെ നീ ചോദ്യം ചെയ്യാൻ പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു വാണിംഗ് കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുന്ന ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന വീടിനുള്ളിൽ ചെന്നിട്ട്, അതായത് റൂമിനുള്ളിൽ ചെന്നിട്ട് അതായത് പൊട്ടിക്കരയാണ് കേട്ടോ. വിക്രമിനെ സംസാരിക്കാൻ വന്നപ്പോൾ വിക്രമിനെ ആക്ഷേപിച്ച് വിട്ടതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് കരയാണ് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ മുഖം മൂടി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അയച്ചു കാണിച്ചത് നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ വേദയോടായിട്ട് തന്നെ ഇങ്ങനെ പറയാൻ കേട്ടോ. മറുവശത്താണെങ്കിൽ വിക്രമും മുറിയിൽ ചെന്ന് ഇങ്ങനെ ഇരുന്ന് ആ വേദയെക്കുറിച്ചും വേദ ഇന്ന് കോടതി മുറിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വിക്രമാണെങ്കിൽ ദീപ്തിയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദീപ്തിയെ ഫോൺ ചെയ്യുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹവും പ്രണയമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ചേച്ചിയുടെ വാക്കുകളിൽ ഒരു ഭീഷണി മുഴങ്ങിയിരിപ്പുണ്ട്. ആരൊക്കെയോ കൂടി ചേച്ചീനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിക്രം ചേട്ടൻ പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ വിക്രം ചേട്ടൻ്റെ വീട്ടിലേക്ക് എൻ്റെ ചേച്ചി അത് പറന്നെത്തും. അതെനിക്ക് 100% ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ദീപ്തിയുടെ ഈ വാക്കുകൾ വിക്രമിന് ഒരു ആശ്വാസമേകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. അതായത് ശ്രീനിവാസനാണെങ്കിൽ വിക്രമും വേദയും തെറ്റി നിൽക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ അറിയാണ്. അങ്ങനെ വേദ ഇട്ടേച്ച് പോയി എന്നൊരു ഇതായിരിക്കും കേട്ടോ ശ്രീനിവാസനുള്ളത്. അങ്ങനെ വിക്രമിനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവൾ ഇട്ടിട്ട് പോയല്ലേ എന്ന് പറയുമ്പോഴത്തേനും അത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, ചെറിയ സൗന്ദര്യപ്പിണക്കം, അത് നല്ലതാടാ, അത് വലുതാവട്ടെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മുടെ വിക്രം ചെല്ലുന്നത്. കാരണം ശ്രീകാര്യം ശ്രീനിവാസൻ ആരാണെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വിക്രമിന് മനസ്സിലായതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ ശ്രീനിവാസൻ്റെ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ അവൾ ഇനി നിൻ്റെ ജീവിതത്തിൽ വേണ്ട, അവൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പടച്ചു വിട്ടത്. കോടതി മുറിയിൽ അവൾ വാദിച്ച പല കാര്യങ്ങളും കള്ളമായിരുന്നു. പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടും അവളുടെ ചോദ്യങ്ങൾക്ക് തക്ക മറുപടി എനിക്ക് പറഞ്ഞാൽ വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേദയാണ് നമുക്കിടയിലെ കാരണം, അവളാണെങ്കിൽ അവൾ ഇതിനൊക്കെ തക്ക ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേനും വിക്രമിന് ഒരു ഭയം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വേദയുടെ ജീവന് തന്നെ ആപത്താണ്. ആ ഒരു കാര്യമായിരിക്കും കേട്ടോ ശ്രീനിവാസൻ്റെ വായിൽ നിന്നും വന്നത്. അത് കേൾക്കുമ്പോൾ വിക്രമിന് നല്ല ഭയവും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേദയാണെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ വിക്രമും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ മനസ്സ് നിറയെ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ഈ വേദ പറഞ്ഞൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല സാർ, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവളെ അങ്ങ് കളഞ്ഞേക്കടാ, അതായിരിക്കും നിനക്കും നമുക്കും എല്ലാം നല്ലത്, ആ തൻ്റെടിയായ പെണ്ണിനെ നമുക്കിനി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ വിഷമാണ്, വല്ലാത്ത വിഷം തന്നെ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്രത്തിന് ശ്രീനിവാസനോടുള്ള എല്ലാ ഒരു ഇഷ്ടവും ഒക്കെ അങ്ങ് പോകുകയാണ്. അങ്ങനെ ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ ഒന്നിനും ഇങ്ങോട്ടേക്ക് വരണില്ല, മറ്റൊന്നുമല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സാർ ഇനി എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ ശ്രീനിവാസന് നല്ല ദേഷ്യവും ഒക്കെ വരണുണ്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും വേദനയും വിക്രമിനെയും തമ്മിൽ തെറ്റിക്കണമെന്നും അതുപോലെ തന്നെ വേദയ്ക്ക് അപകടം സംഭവിപ്പിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരേ ഒരു ചിന്തയായിരിക്കും കേട്ടോ നമ്മുടെ ശ്രീനിവാസനുള്ളത്. അങ്ങനെ ശ്രീനിവാസനാണെങ്കിൽ വേദ പോകും വഴി ഒരു വലിയ പ്ലാനിങ് ഒക്കെ നടത്തുകയാണ് വേദനെ ഇല്ലാതാക്കാൻ. വേദ ഉണ്ടെങ്കിൽ ഇനി തൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല, തൻ്റെ പഴയ കാര്യങ്ങൾ വരെ ചികഞ്ഞെടുത്തിട്ടുണ്ട് വേദ. അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വേദയെ കൊല്ലണം, അല്ലാതെ ഒന്നും നടക്കില്ല. വേദ തൻ്റെ എല്ലാ പഴയകാല കാര്യങ്ങളും താൻ നടത്തിയ ഗുണ്ടായുസങ്ങളും കൊന്നൊടുക്കിയ കഥകളും എല്ലാം വേദ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി വേദ ഇവിടെ വേണ്ട, വേദനെ കോടതി മുറിയിൽ വരാത്ത വിധം ആക്കി കിടത്തണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമാണെങ്കിൽ
ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രമിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേദയെക്കുറിച്ച്. വേദയ്ക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു തന്നെ മനസ്സ് പറയുകയാണെന്ന് ഇങ്ങനെ വിക്രം ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, ഇനി ശ്രീനിവാസൻ സാറെ കാണാൻ വേദയെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് വേദ പോകും വഴി തന്നെ വിക്രമും ഒന്ന് ഫോളോ ചെയ്തൊക്കെ പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദ കോടതി മുറിയിൽ എത്തുമ്പോൾ തന്നെ വേദയാണെങ്കിൽ പെട്ടെന്ന് അവിടെ തല കറങ്ങി വീഴുകയാണേ. അപ്പോൾ അത് കാണുന്ന വിക്രമായിരിക്കും കേട്ടോ ഓടിപ്പോയി വേദന കോരിയെടുക്കുന്നത്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ വിക്രം ചിന്തിക്കുന്നുണ്ട്, ഇനി എന്ത് പറ്റിയതായിരിക്കും വേദയ്ക്ക്, ആരെയെങ്കിലും അപായപ്പെടുത്താനൊക്കെ ശ്രമിച്ചതാണോ എന്നൊക്കെ ഓർത്ത് ഭയപ്പെടുന്നുണ്ട്. പക്ഷേ വേദയ്ക്ക് BP ഒക്കെ ലോ ആയി പോയതായിരിക്കും കേട്ടോ. ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ വേദയ്ക്ക് ആ ഒരു ക്ഷീണവും തളർച്ചയും വന്നതായിരിക്കും. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ നല്ല മയക്കമായിരിക്കുകയെ. ആ ഒരു സമയത്ത് വേദയുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് തലോടി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേദ മയക്കത്തിൽ നിന്ന് ഉണർന്നതായിട്ട് ഭാവിക്കാതെ അങ്ങനെ മയക്കം നടിച്ച് കിടക്കുമായിരിക്കും കേട്ടോ. ആ ഒരു വിക്രമിൻ്റെ സ്പർശനമൊക്കെ ഏൽക്കാൻ വേണ്ടിയിട്ട് തന്നെ വേദ അങ്ങനെ മയക്കത്തിൽ കിടക്കുമായിരിക്കും. അങ്ങനെ വേദയാണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ പറയുന്നത്, തനിക്ക് എന്താണോ പറ്റിയത്, താൻ എന്തിനിങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്നത്, താൻ ഒട്ടും സേഫ് അല്ല, താൻ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ തന്നെ ഞാൻ പൊന്നു പോലെ കൊണ്ടു നടന്നേനെ. ഇപ്പോൾ തൻ്റെ വീട്ടിൽ എന്നോട് പിണങ്ങി താൻ പോയി നിൽക്കുകയല്ലേ, എനിക്ക് എത്ര നാൾ തൻ്റെ കൂടെ ഇങ്ങനെ വരാനും നടക്കാനും പറ്റും, താൻ ഇതൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയുടെ ഉള്ളൊന്ന് പെടയാണ് കേട്ടോ. അങ്ങനെ വേദ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വിക്രം വേദയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും കേട്ടോ കാണുന്നത്. അങ്ങനെ വേദ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് അവിടേക്ക് നമ്മുടെ ശ്രീകാന്ത് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വരുമ്പോൾ തന്നെ ശ്രീകാന്തും വർഷയും ദീപ്തിയൊക്കെ കൂടി ആയിരിക്കും വരുന്നത്. അങ്ങനെ ശ്രീകാന്ത് വരുമ്പോഴേ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം ഇങ്ങനെ വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ കാണുന്നത്. എടാന്ന് വിളിച്ച് ദേഷ്യത്തോടു കൂടി ആയിരിക്കും പറഞ്ഞത്. നീ എന്താണ് ഈ കാണിക്കുന്നത്, നിന്നോട് ആരുടെ ഇവിടേക്ക് വരാൻ പറഞ്ഞത്, എല്ലാ ബന്ധവും നീയുമായിട്ടുള്ളത് അവസാനിപ്പിച്ചതല്ലേ, എന്നിട്ട് നിനക്ക് എന്താണ്, നീ എന്താ വിട്ടുമാറാതെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. പുളിങ്കൊമ്പയിലല്ലേ കയറി പിടിച്ചത്, അതിൻ്റെ ആയിരിക്കും. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നീ വിട്ടു മാറില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ മയക്കത്തിലായിരിക്കും എന്ന് ഓർത്തിട്ടായിരിക്കും ശ്രീകാന്തും ഇങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്ന് വേദ കണ്ണു തുറക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് വേദയുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, എന്താ ശ്രീധ നീ ഒന്നും മിണ്ടാതിരുന്നേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദീപ്തിയും പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ഇതെന്താ പറ്റിയത്, ശ്രീയേട്ടൻ്റെ കാര്യം നോക്ക്, അത് വേദച്ചയുടെ ഭർത്താവ് അടുത്തിരിക്കുന്നത്, വേദയച്ചയും വിക്രം ചേട്ടനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും, അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കയറി എന്തിനാ ഈ ഇതാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തോ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ച് പൊറുക്കുന്ന പോലെയല്ല ചേട്ടൻ്റെ സംസാരം എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ചൂടാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിക്രമിന് അങ്ങ് ദേഷ്യം അങ്ങ് കയറുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലും അങ്ങ് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ നിൻ്റെ കാര്യം നോക്കി വെച്ചാൽ മതി, ഇതെൻ്റെ ഭാര്യ, ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവളെൻ്റെ ഭാര്യ തന്നെ, ഞാൻ കഴുത്തിൽ കിട്ടിയ താലി ഇവൾ അഴിച്ചു വെക്കാത്തടത്തോളം കാലം ഇവളെൻ്റെ ഭാര്യ തന്നെ, ഇവൾക്ക് എന്തെങ്കിലും ഒരു ആപത്തോ എന്തായാലും വന്നാൽ ഞാൻ വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയട്ടോ. അത് ഇവള് പറഞ്ഞാലും ശരി, ഞാൻ വരിക തന്നെ ചെയ്യും, നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും നീ അങ്ങ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഭേദമായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ അഭിനയിച്ച് കിടക്കായിരുന്നല്ലേ, വിക്രമും നീയുമായിട്ട് എന്തായാലും കൂടിക്കാഴ്ചയൊന്നും ഇല്ലയെന്ന് പറയണ്ട, അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് സമയത്ത് അവനെന്തിനാ കോടതിയിൽ വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പം നീ എൻ്റെ മുൻപിൽ നാടകം കളിക്കുന്നതില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയോ, ഞാനോർത്തു മനസ്സിലായി കാണില്ലെന്ന്, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലേ, അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല, ഞാനേ വിക്രമിൻ്റെ പെണ്ണ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ശ്രീകാന്ത് പറയുന്നുണ്ട്, എടി നിന്നെ ഉണ്ടല്ലോ, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാടി നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, നീ അതെല്ലാം മറക്കുവാണെങ്കിൽ ഞാനും പല കാര്യങ്ങളും മറക്കും എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാനാ, എന്നോട് അതുപോലെ ഇഷ്ടമുണ്ട് വിക്രത്തിന്, വിക്രം അവിടെ വന്നപ്പോൾ ഒരു കോയിൻസിഡൻസ് പോലെ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, അല്ലാതെ ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, പിന്നെ എപ്പോഴും തല കുനിച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് തലേ കയറി നിരങ്ങാൻ വരണ്ട കേട്ടോ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പര്യവസാനിപ്പിക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട, ഈശ്വരൻ എല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്, പിന്നെ ഞാനിന്ന് ഉറക്കെ പറഞ്ഞാൽ മതി, എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരും, പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് കരുതി എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ, ഇത്രയും ഞാൻ പറഞ്ഞതനുസരിച്ചില്ലേ, ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിക്കും, പിന്നെ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല, ഞാൻ വിക്രമിനെ വിളിച്ചിട്ടുമില്ല, വിക്രമിനോട് സംസാരിക്കാൻ ഞാൻ നിന്നിട്ടുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ.